ഞാൻ എൻ്റെ വണ്ടി ടയർ മാറ്റി ഇപ്പോൾ പറഞ്ഞിരുന്നു. ഒരു iQube ടയർ, ഫസ്റ്റ് ടയർ 12,000 മുകളിൽ ഓടിയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ടയർ MRF ആണ്, ഫ്രണ്ടത്തെ അത് തന്നെയാണ്. ഇത് 9,000 ഓടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ശേഷം മാറ്റിയതാണ്, അപ്പോളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ iQube. ഇപ്പോൾ ടയർ മാറ്റിയതാണ്. ഇത് ഫസ്റ്റ് TVS ടയറായിരുന്നു. നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. ഒരു കൊറിയറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട്. നിങ്ങളെ പേരെന്താ? മുസ്താഖ്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ സബ്സ്ക്രൈബറിന്. അപ്പോൾ iQube എടുക്കണമെന്ന് കുറേ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വണ്ടി റിസ്താണ്. എൻ്റെ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ iQube കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഹബ്ബ് മോട്ടറാണ്. 4,000 മുകളിൽ വാട്ട്സ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ 4,300 വാട്ട്സാണ്. ഇത് മിഡ് ഡ്രൈവ് മോട്ടറും ഇത് ഹബ്ബ് മോട്ടറും. ഹബ്ബ് മോട്ടർ പറഞ്ഞാൽ ടയറുമ്പോൾ തന്നെ ആയിരിക്കും മോട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാട്ടർ പ്രൂഫിൻ്റെ പ്രശ്നവും മറ്റ് പ്രശ്നങ്ങൾ, പഞ്ചറായുള്ള പ്രശ്നം, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. നിങ്ങൾ എടുത്തിട്ട് എത്രയായി വണ്ടി? 2 കൊല്ലം. 1.5 കൊല്ലം കഴിഞ്ഞു അല്ലേ? എത്ര കിലോമീറ്ററായി? 28,000 കിലോമീറ്ററായി. ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് ഇത്ര ഉപയോഗിച്ചിട്ട്? കംപ്ലൈൻറ്റുകളുണ്ട്. ടയർ മാറ്റിയില്ലേ? രണ്ടാമത്തെ. അപ്പോൾ ഫസ്റ്റത്തെ ടയർ നിങ്ങൾ 12,000 മുകളിൽ ഓടിയായിരുന്നു. ഓക്കെ. ഈ ഹബ്ബ് മോട്ടറായിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിനോ? മോട്ടർപരമായി നമുക്ക് ഇതുവരെയായിട്ട് പ്രശ്നമോ കാര്യങ്ങളോ വന്നിട്ടില്ല. പിന്നെ സോഫ്റ്റ്വെയർ പരമായിട്ട് എന്തെങ്കിലും? ഇപ്പൊ ലാസ്റ്റ് ജസ്റ്റ് എന്തോ സോഫ്റ്റ്വെയർ എന്തോ ഇഷ്യൂ പറഞ്ഞിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കംപ്ലൈന്റ് ബാറ്ററി ഇഷ്യൂ വന്നിട്ടുണ്ട്. ബാറ്ററി എന്ത് സംഭവിച്ചു? 2 ബാറ്ററി വരുന്നെങ്കിൽ ഒരു ബാറ്ററി ആദ്യം തവണ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടും ഒരു ബാറ്ററി, അതിന്റെ രണ്ടാമത്തെ ബാറ്ററി കൂടി പോയി. അങ്ങനെ അതും മാറ്റി. അതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരെ? വാറണ്ടിയിൽ റെഡിയായി. ഒരു ചെലവും വന്നിട്ടില്ല? അപ്പോൾ ഇത് എവിടെ, ഏത് ഷോറൂം എന്നാണ് വണ്ടി എടുത്ത്? അപ്പോൾ ഇത് അവർ വന്ന് പിക്ക് ചെയ്യും? റിക്കവറി വണ്ടി വന്നിട്ട് പിക്ക് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോഴിക്കോട് പോകണമെന്നുള്ളൂ. അപ്പോൾ ഇത് റിക്കവറി വണ്ടിക്ക് ബുക്ക് ചെയ്തപ്പോൾ എന്താ ടൈമിൻ്റെ പ്രശ്നങ്ങളോ എത്താത്ത പ്രശ്നങ്ങളോ വണ്ടി ഇവിടെ വീട്ടിലിടേണ്ട പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അവർ പറഞ്ഞ അവർ സമയം പറയല്ലേ? അവർ സമയം പറയുന്ന സമയത്ത് എത്തുന്നു. അപ്പോൾ അവരെ സർവീസ് ഓക്കെയാണ് കോഴിക്കോട് ഷോറൂമില്ലേ? അപ്പോൾ വണ്ടി ഇങ്ങനെ ഇഷ്യൂകൾ വന്നിട്ടുണ്ട്. പിന്നെ 2 തവണ വന്നിട്ടുണ്ട്. അതൊക്കെ അവർ ക്ലിയർ ആക്കി തന്നു. ഓടിക്കാൻ എങ്ങനെ അത് വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടല്ലോ, 2 വർഷമായി, ഒരുപാട് ഓടിച്ചു, ഒന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. സ്വിച്ചുകളൊക്കെ ഓക്കെയാണ്. സ്വിച്ചുകൾക്കൊന്നും മഴക്കാലത്ത് പ്രശ്നങ്ങളൊന്നും. എൻ്റെ വണ്ടി മഴക്കാലത്ത് സ്വിച്ച് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹീറോ വിടക്കും അതുപോലെ മഴക്കാലത്ത് സ്വിച്ചുകൾ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. പക്ഷേ എമൽദീൻ്റെ സ്വിച്ചുകളൊന്നും അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നില്ല. കാരണം ഇവിടെയൊക്കെ ഗ്യാപ്പുകൾ നല്ല മാർക്കുകളൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൂ. വേറെ സസ്പെൻഷൻ പൊതുവേ ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിസ്തക്ക് സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. ഡബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സോഫ്റ്റായി മാറുള്ളൂ. വേറെ ഇപ്പം എന്തോന്ന് ഇതിൽ ചോദിക്കാനുണ്ടായിരുന്നത്, എത്ര ചാർജിങ് ടൈം സാധാ ചാർജറല്ല ഇത്, ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ കൊറിയർ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടും ഒരു ദിവസം? 50 മേലെ ഓടുണ്ടോ? 50. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എത്ര ചാർജ് ഉണ്ട്? 30%. അപ്പോൾ തിരക്കടില്ല. അത് കമ്പനി എത്ര പറയുന്നത്? 105. ഇപ്പോഴും ഒരു 2 വർഷം ആവാനായിട്ടും ആ റേഞ്ച് കിട്ടുന്നുണ്ടോ? പക്ഷെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത് എത്ര, ഇതിൻ്റെ വാറണ്ടി എത്ര വരുന്നുണ്ട്? 3 വർഷം മോട്ടർ, ബാറ്ററി ഇത് 2 വർഷം അല്ലേ? ബാറ്ററി 3 വർഷവും മോട്ടർ 2 വർഷം ആവാനായിരിക്കും ചാൻസ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം. 3 വർഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം മാറ്റി തന്നു. ഇത് കമ്പനി 3 വർഷമാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്കീം എടുക്കുമ്പോൾ അത് 5 വർഷത്തേക്ക് മാറ്റും. അതിന് ശേഷം നമുക്ക് ഇത് മാറ്റാം. അതായത് ഈ സ്കീമിൻ്റെ അടിയിൽ തന്നെ ഇത് 8 വർഷത്തേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, 5,000 രൂപ കൊടുത്താൽ. അപ്പോൾ നമ്മളെ സുഹൃത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വണ്ടി ബാറ്ററി മാറ്റി കിട്ടിയിട്ടുണ്ട്. ഏതൊരു
അപ്പോൾ നമ്മൾ 1.5 വർഷം മുമ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതർ ഉണ്ടായിരിക്കാം, പിന്നെ മറ്റ് വണ്ടികളൊക്കെ അന്നൊക്കെ കൊമാക്കിൻ്റെ വണ്ടികളൊക്കെ ഒരുപാട് നല്ല അരങ്ങ് വാഴണ സമയമാണ്. ഇപ്പോൾ കൊമാക്കി കംപ്ലൈൻ്റ് ആയിട്ട് അതൊന്നും ആളുകൾ എടുക്കലില്ല. അപ്പോൾ IQ തന്നെ എടുക്കാനുള്ള കാരണം എന്താ? ലുക്ക്, അത് ഒരു ഇമ്പോർട്ടൻ്റ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മോഡല് ഇഷ്ടപ്പെട്ടു. കുറേ ആൾ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറയാറുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് ഇത്രയും സ്പേസും കാര്യങ്ങളും യൂട്ടിലിറ്റിയും പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ടായതുകൊണ്ടാണ് എടുത്തത്. ഇപ്പോൾ നിങ്ങളൊരു 50-60 കിലോമീറ്റർ ഓടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് പ്രശ്നമില്ല. പിന്നെ വീട്ടിലെത്തുമ്പോൾ 30% ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഓടാനുള്ളതുണ്ട്. ഇത് ചാർജിങ് ടൈം എത്രയാണ്? ഇപ്പോൾ ഒരു 30% ഇനിയിപ്പോൾ 100 ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? 4 മണിക്കൂർ കൊണ്ട് 100ക്ക് മാറും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തൊരു പ്രശ്നമല്ല. ലോങ് ട്രിപ്പ് സാധാ ചാർജറാണ്. ഇപ്പം നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏതാ റെക്കമെൻഡ് ചെയ്യുക? ഇതന്നെ റെക്കമെൻഡ് ചെയ്യുമോ? ഒന്നാമത് നിങ്ങൾ പറഞ്ഞ ഒരു സാധാ വണ്ടീൻ്റെ ഒരു ലുക്ക് ഉണ്ട്, ബ്രാൻഡിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ കംപ്ലൈൻറ്റ് ഉണ്ട്, സർവീസ് ഓക്കെയാണ്. ആ ഇപ്പോൾ ഈ അടുത്ത് തന്നെ വണ്ടി വലിപ്പിക്കുമ്പോൾ ഓഫ് ആവുക, എന്തെങ്കിലും പ്രശ്നം? സർവീസ് പറഞ്ഞ് ഇന്ന ടൈം പറയും, ഇത്ര ടൈമിനുള്ളിൽ തരാന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ തരാന്ന് പറയും. ആ പറഞ്ഞ ആ പക്കയായിട്ട് ആ കറക്റ്റ് ആ ടൈമിനുള്ളിൽ തരാം. അതെ, നമ്മൾ ഏത് വണ്ടി എടുത്താലും സർവീസ് ഓക്കെ ആണ്. വണ്ടികൾ എന്തായാലും കംപ്ലൈൻറ്റ് വരും എന്നുള്ള ഉറപ്പാണ്. ഇതിപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 6 മാസം ആവാനായി, 10,000 കിലോമീറ്റർ ആവാനായി, അതിൻ്റെ സർവീസ് ആവാറായി. പക്ഷേ ഇതുവരെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. സ്വിച്ചുകൾ മഴക്കാലത്ത് ഒരു പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അത് എന്നാലും വണ്ടി വർക്ക് ചെയ്തിരുന്നു. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. പിന്നെ സാധാ വണ്ടീൻ്റെ ലുക്കാണ്. അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? 2-3 പ്രാവശ്യം വന്നതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും വിവരം തന്നതിന് നന്ദി. ഓക്കെ.